ഓർമ്മയ്ക്കായി ഭാഗം 78. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെയോ അതോ ആൺകുട്ടിയെയോ നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യോജിച്ച ജീവിത പങ്കാളി ആണെന്ന് ഞങ്ങൾക്ക് കൂടി ഉറപ്പ് കിട്ടിയാൽ ധൈര്യമായിട്ട് ഞങ്ങൾ ആ കുട്ടികളെ ഈ വീടിൻ്റെ മരുമക്കളാക്കും, അല്ലെങ്കിൽ മരുമകനാക്കും. അതുകൊണ്ട് അതോർത്ത് നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ മക്കളെ? വല്യപ്പച്ചൻ മക്കളോട് ചോദിച്ചു. ഇല്ല അപ്പച്ച, അപ്പച്ചൻ്റെ തീരുമാനം തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. അവർ പറഞ്ഞു കേട്ടതും കൊച്ചപ്പച്ചൻ്റെ മക്കൾക്ക് ആകെ നാണക്കേട് പോലെ തന്നെയായി. എന്തായാലും ആൽഫ്രഡിൻ്റെ സമയം കൊള്ളാം. പ്രശസ്തി, പദവി, പണം എല്ലാം കൊണ്ടും യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെ അല്ലേ അവൻ കണ്ടുപിടിച്ചത്. എനിക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നു. എൻ്റെ മരുമകളാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളായ ബിനീഷിനെ കൊണ്ടോ അല്ലെങ്കിൽ അലനെ കൊണ്ടോ ആ പെൺകുട്ടിയെ ആലോചിച്ചാലോ എന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി അന്യമതത്തിൽപ്പെട്ടതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് മുഖ്യം. ബീനാമ പറഞ്ഞതും, ഇനിയിപ്പോൾ ആ കുട്ടി നമ്മുടെ മതത്തിൽപ്പെട്ടതാണെങ്കിലും അവളെ വിധിച്ചിരിക്കുന്നത് എൻ്റെ ആൽഫിക്ക് തന്നെയാണ്. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ബീനാമേ, വല്യമ്മച്ചി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അത് കേട്ട് ആൽഫിയുടെ അമ്മച്ചിയും അവരുടെ അനിയൻ്റെ ഭാര്യമാരും അവിടെ നിന്ന് പോയി. നിങ്ങൾക്ക് ഇതാണോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? വല്യപ്പച്ചൻ അയാളുടെ അനിയന്മാരോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടായി, ഇപ്പോൾ ആൽഫി അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് നീനയെ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടുകാരറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു പേടി. അത് പറയാൻ വേണ്ടി വന്നതാ. അതെങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്? ഇത് എൻ്റെ വീട്ടിലെ കാര്യമാണ്. സാമുവൽ നരിക്കുന്നേലിൻ്റെ വീട്ടിലെ കാര്യം. നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം അവരന്വേഷിച്ചാൽ മതി. നമ്മുടെ എല്ലാ വീടുകളിലെയും കാര്യങ്ങൾ അന്വേഷിച്ച് അവർ ഈ വിവാഹം നടത്തൂ എന്ന് നീനോട് പറഞ്ഞിട്ടുണ്ടോ? വല്യപ്പച്ചൻ ചോദിച്ചു. അതില്ല, എന്നാലും ഇങ്ങനൊരു കാര്യം. എങ്ങനെയൊരു കാര്യം? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പോൾ ഈ വിവാഹം ഇവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മാന്യതയാണ്. അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നീനയുടെ വിവാഹം ഉറപ്പിച്ച ദിവസം ഭംഗിയായി തന്നെ ഇവിടെ വെച്ച് നടക്കും. മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയേണ്ട, കേട്ടല്ലോ? വല്യപ്പച്ചൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് അനിയന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറുത്തൊന്നും പറയാതെ നിന്നു. അപ്പോൾ വല്യപ്പച്ച, ആൽഫിച്ചായൻ്റെയും അമ്മുവിൻ്റെയും വിവാഹ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ? ചാൾസ് ചോദിച്ചു. നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പിന്നെ മക്കളെ, അവൻ്റെ കല്യാണക്കുറിയെല്ലാം അടിക്കാൻ കൊടുക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. ഇനി സമയമില്ല. അതുകൊണ്ട് എല്ലാവരും വേഗം വേഗം കാര്യങ്ങൾ നടത്തിക്കോ. അതിനിടയ്ക്ക് നീനയുടെ കാര്യങ്ങളും മറക്കണ്ട. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ആൽഫി ഇനി തിരക്കായിരിക്കും. എനിക്കും ആൽഫിക്കും ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, വല്യപ്പച്ചൻ പറഞ്ഞു. ഇന്നിപ്പോൾ ആൽഫി ചായൻ എവിടെ പോയതാ? വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയല്ലോ. അവൻ എവിടെ പോയതാണെങ്കിലും വരട്ടെ. ആദ്യം നമുക്ക് ആരൊക്കെ വിളിക്കണം എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കാം. ഇനി അത് മാറ്റി വയ്ക്കണ്ട. എല്ലാവരും കൂടി ഉഷാറായിട്ട് നിന്നാലാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ പറ്റൂ. ഇനി അധികം ദിവസമില്ല, വല്യപ്പച്ചൻ പറഞ്ഞു. പിന്നീട് നരിക്കുന്നേൽ വീട്ടിലെ എല്ലാവർക്കും ഒരു പെരുന്നാൾ പോലെയായിരുന്നു. എല്ലാവരും ഓരോരോ കാര്യങ്ങളായി ഡിവൈഡ് ചെയ്ത് ഏറ്റെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കൊച്ചപ്പച്ചൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആൽഫിയുടെ വിവാഹക്കാര്യം വന്നപ്പോൾ അതിനിടയിൽപ്പെട്ട് തൻ്റെ മകളുടെ വിവാഹം ആർഭാടങ്ങൾ കുറഞ്ഞു പോകോ എന്നുള്ള പേടിയായിരുന്നു പ്രിൻസിക്കും ഭർത്താവിനും. അതുപോലെ തന്നെയായിരുന്നു ആൽഫിയുടെ കല്യാണ ഒരുക്കങ്ങളുടെ ഇടയിൽ തൻ്റെ കൊച്ചുമകളുടെ കല്യാണ ഒരുക്കങ്ങൾ മുങ്ങിപ്പോകുമോ എന്നുള്ള പേടിയായിരുന്നു വല്യപ്പച്ചൻ്റെ അനിയനും. എന്നാൽ അതൊന്നും നരിക്കുന്നേൽ വീട്ടിലെ ആരും മൈൻഡ് ചെയ്തില്ല. ഓരോരുത്തരായി ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. മനക്കൽ വീട്ടിൽ തങ്ങളുടെ മുറിയിൽ തൻ്റെ നെഞ്ചിലായി ചേർന്ന് കിടക്കുന്ന അമ്മുവിൻ്റെ നെറുകയിൽ ആൽഫി ഒന്ന് തലോടി. അമ്മു, എഴുന്നേക്കണ്ടേ? സമയം എത്രയെന്നറിയോ? ഇനിയും കാണാതായ പ്രശ്നമാകെ. എൻ്റെ അമ്മായച്ചനെങ്ങാനും എൻ്റെ മുട്ടുകാലെ തല്ലിയൊടിക്കാനായിട്ട് ചിലപ്പോൾ കയറി വരും. ഞാനെങ്ങാനും അങ്ങേരുടെ മോളെ വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് അതിനു മുമ്പ് താഴേക്ക് പോയി മുഖം കാണിക്കുന്നതായിരിക്കും നല്ലത്, ആൽഫി പറഞ്ഞു. അമ്മു അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കുമ്പോൾ ആൽഫി അവളെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. കരിമഷി പടർന്നു കിടക്കുന്ന ആ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗിയാണ്. ആ നീലക്കണ്ണുകളും അതിന് താഴെയായി പടർന്നു കിടക്കുന്ന കരിമഷിയും. ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അമ്മു, ഈ കണ്ണുകൾ എന്നാണ്
എൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും കാണാൻ പോകുന്നത്? ആൽഫി ചോദിച്ചു. എല്ലാവരെയും കാണിക്കണോ ഇച്ചായ? അവൾ ചോദിച്ചു. പിന്നെ കാണിക്കണം. നമ്മുടെ വിവാഹത്തിൻ്റെ അന്ന് എല്ലാവരും എൻ്റെ കൊച്ചിൻ്റെ ഈ കണ്ണ് കാണണം. ഈ മനോഹരമായ മിഴിയിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന എന്നോടുള്ള പ്രണയവും ആൽഫി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു. അവിടെ നിന്നും അവളുടെ ചുണ്ടുകളിലേക്ക് പോയതും മതി ചായ, ഇപ്പം തന്നെ വേദനിച്ച് തുടങ്ങി, പൊട്ടാറായിട്ടുണ്ടാവും ചുണ്ടൊക്കെ, അവൾ പറഞ്ഞു. ശരിയാ, ചുവന്ന് തൊടുത്തിരിക്കുന്നു. ഒന്ന് തൊട്ടാൽ ചിലപ്പോൾ ചോര പുറത്തേക്ക് വരും. അത്രയും ചുവപ്പുണ്ട് ഇപ്പോൾ ഈ ചുണ്ടുകൾക്ക്, ആൽഫി പറഞ്ഞു. മതി മതി, ഇനി പറഞ്ഞാലേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മു അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. അവൾ ഫ്രഷായി ഒരു സൽവാറും ഇട്ടുകൊണ്ട് ആൽഫിയുടെ അടുത്തേക്ക് വന്നു. ആൽഫി ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു. അമ്മു, നമ്മുടെ വിവാഹം നമ്മുടെ ആ പറമ്പില്ലേ, ഞാനന്ന് കൊണ്ടുപോയി കാണിച്ചില്ലേ, ആ പാടത്തിനടുത്തുള്ള അവിടെ വെച്ച് നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനെയും അമ്മയെയും നിന്നെയും കൊണ്ടുപോയി ഒന്ന് കാണിച്ചു തരാം ഞാൻ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കാൻ വല്യപ്പച്ചൻ പറഞ്ഞു. ഇച്ചായ, അതെല്ലാം ഇച്ചായനും അച്ഛനും വല്യപ്പച്ചനെല്ലാം കൂടി തീരുമാനിച്ചാൽ മതി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എൻ്റെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കഴുത്തിലതേ ഇത് വീണപ്പോൾ തീർന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എൻ്റെ സ്വപ്നവുമായിരുന്നു അത്. അപ്പോൾ പിന്നെ എൻ്റെ പേരിലുള്ള മിന്ന നിനക്ക് വേണ്ടേ? ആൽഫി ചോദിച്ചു. വേണം, അതും ഇപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞതോ? അത് എൻ്റെ വിവാഹത്തെക്കുറിച്ച്. അതെല്ലാം എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഈ നിൽക്കുന്ന ഇച്ചായനും കൂടി നടത്തിയാൽ മതി കേട്ടോ. എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും അതിലില്ല എന്ന് പറഞ്ഞ് അമ്മു അവൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചു. പെണ്ണെ, കുറുമ്പ് കൂടുന്നുണ്ടേ. ആൽഫ്രഡ് നരിക്കുന്നേലിൻ്റെ മീശയിലും മൂക്കിലുമെല്ലാം പിടിച്ച് വലിക്കാറായോ നീ? ആൽഫി ചോദിച്ചതും ആഹാ, ഈ മൂക്കിലും ഈ മീശയിലൊക്കെ പിടിച്ചപ്പോൾ വേദനിച്ചു അല്ലേ? അപ്പോൾ എന്നെ വേദനിപ്പിക്കുന്നതോ? അമ്മു ചോദിച്ചു. അതോ, ആ സമയത്ത് എൻ്റെ കൊച്ച് എന്നെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ? പക്ഷേ ആ വേദനയിൽ എനിക്ക് വല്ലാത്ത ലഹരിയാണ് എന്ന് പറഞ്ഞ് വശ്യമായ രീതിയിൽ അവൻ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും ഞാൻ പോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ വാതിൽ തുറക്കാൻ പോയതും ആൽഫി അവൾക്ക് പിന്നാലെ ചെന്ന് വാതിലിനടുത്ത് കൈവച്ചു. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു തീർന്നില്ല. വേണ്ട ഇച്ചായ, എനിക്ക് കേൾക്കണ്ട. കേട്ട പിന്നെ ഇച്ചായൻ ഇവിടെയെങ്കിലും നിർത്തില്ല, അമ്മു പറഞ്ഞു. അപ്പോൾ പിണക്കം മാറിയില്ലേ? ആൽഫി ചോദിച്ചു. മാറി. എന്നാൽ പിന്നെ പോകാമല്ലേ? പോകാം, അമ്മു പറഞ്ഞു. ആൽഫി ഡോറ് തുറന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി പടികൾ ഇറങ്ങിയപ്പോഴാണ് മുകളിലേക്ക് കയറി വരുന്ന ചന്ദ്രശേഖരനെ കണ്ടത്. ആ, ഇറങ്ങി വന്നോ? ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിളിക്കാൻ. ദേ, ആൽഫി വല്യപ്പച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. എന്തോ അവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിന് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞു. ഇപ്പോൾ വല്യപ്പച്ചൻ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. നമുക്കങ്ങോട്ട് പോയാലോ? ചന്ദ്രശേഖർ ചോദിച്ചു. ആ, അതിനെന്താ, നമുക്കങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ 3 പേരും താഴേക്ക് വന്നതും ശ്രീവിദ്യ അവിടെ ഇരിക്കുന്നത് കണ്ടു. എന്നാ ഇറങ്ങാം? ചന്ദ്രശേഖർ ചോദിച്ചു. എന്നാ പോയിട്ട് വരാം. മോളെ, നീ കൂടി വാ. ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. അത് പറ്റില്ല, നീ കൂടി വാ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ വിളിച്ചതും അമ്മു ആൽഫിയെ നോക്കി. ആൽഫിയും അവളോട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് അവർ വെഡ്ഡിങ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ ചെന്നപ്പോഴേ കണ്ടു വല്യപ്പച്ചൻ കാറിൽ ചാരി നിൽക്കുന്നത്. കൂടെ ആൽഫിയുടെ അപ്പച്ചനുമുണ്ട്. അലനും ചാൾസും കൂടിയുണ്ട്. ഇവിടെ വെച്ചാണോ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? കാറിൽ നിന്നും ഇറങ്ങി ആൽഫിയുടെ ഒപ്പം നടന്ന ചന്ദ്രശേഖർ ചോദിച്ചു. ആദ്യം നമുക്ക് ഇവിടെ അതിനുവേണ്ട ആളുകളെ കൊണ്ടുവന്നൊന്ന് കാണിക്കാം, അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ആൽഫി, ഇവർ പറഞ്ഞ ആ തീം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ആൽഫിയുടെ അപ്പച്ചൻ ചോദിച്ചു. എന്ത് തീമാണ് ഉദ്ദേശിക്കുന്നത്? ചന്ദ്രശേഖർ ചോദിച്ചു. ഇവർ പറയുന്നത് ഒരു പാലസ് പോലെ ഒരുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ പാലസിൽ വെച്ച് നടക്കുന്ന ഒരു വെഡ്ഡിങ് ആയിക്കോട്ടെ, അങ്ങനെയാണ് കുട്ടികളെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്, ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണ് അല്ലേ ശ്രീവിദ്യ? ചന്ദ്രശേഖർ ചോദിച്ചു.
നിങ്ങളുടെ എല്ലാം ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് അമ്മ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അതിൽ ഐഡിയാസൊന്നുമില്ല, ശ്രീവിദ്യ പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടാകും. പാലസിൽ വെച്ച് നടത്തുന്ന ഒരു വെഡ്ഡിങ് തന്നെ ആയിക്കോട്ടെ, ആൽഫിയുടെയും അമ്മുവിൻ്റെയും. അപ്പോൾ അതിന് പറ്റിയ ടീമിനെ ഞാൻ കൊണ്ടുവരട്ടെ? ചന്ദ്രശേഖർ ചോദിച്ചതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി. അങ്ങനെ ആളുണ്ടോ? ഉണ്ട്. ഞാൻ പറയുന്ന ഈ ടീമിനോട് നമ്മളൊന്നും അറിയണ്ട, അവരോട് നമ്മുടെ തീം മാത്രം പറഞ്ഞാൽ മതി. അവർ വന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റിട്ട് തരും. എന്ത് പറയുന്നു? ചന്ദ്രശേഖർ ചോദിച്ചു. ചന്ദ്രു ഉദ്ദേശിക്കുന്നത് MKG ആണോ? ശ്രീവിദ്യ ചോദിച്ചു. അതെ, MKG ആണ്. അവരാണോ? അവരാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് കണ്ണും പൊട്ടി അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാം, ശ്രീവിദ്യ പറഞ്ഞു. എന്നാൽ പിന്നെ അവരെ തന്നെ ഏൽപ്പിക്കാം, നിങ്ങൾ പറഞ്ഞോളൂ. അത് അവർ പുറത്തുള്ള കമ്പനിയാണ്. എന്നാൽ പിന്നെ അവരെ ഏൽപ്പിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞാനും ശ്രീവിദ്യയും കൂടി. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, ചന്ദ്രശേഖർ പറഞ്ഞു. അവരത് പറയുമ്പോൾ തന്നെ ചാൾസ് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. MKG, ആൽഫിച്ചായ, അവർ വിളിച്ചാൽ വരുമോ? അവർ വലിയ ടീമാണ്, ദാ ഇത് നോക്ക് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എടുത്ത് ചാൾസ് ആൽഫിക്ക് കാണിച്ചു കൊടുത്തു. കൂടെ അലനും അത് നോക്കി. അവരെല്ലാവരും അത് കണ്ട് ഞെട്ടി. ആൽഫി ചന്ദ്രശേഖരനെ നോക്കി. അദ്ദേഹം ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ? എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ, ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി, വീട്ടിലേക്ക് പോകാം അല്ലേ? വല്യപ്പച്ചൻ പറഞ്ഞതും എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും നരിക്കുന്നൽ വീട്ടിലേക്ക് തിരിച്ചു. നരിക്കുന്നൽ വീട്ടിലെത്തിയതും അവിടെ നീനയുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈവന്റ് മാനേജ്മെൻറ്റ് ടീം ഒരുക്കങ്ങൾ നടത്തുന്നിടത്തേക്ക് ആൽഫി ചെന്നു. സാറ് എത്തിയെന്ന് പറഞ്ഞു. ഞങ്ങളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മാനേജർ വന്ന് ആൽഫിയോട് പറഞ്ഞു. അത് കേട്ടതും ആൽഫി ചിരിച്ചു. ആൽഫി ഈവന്റ് മാനേജ്മെൻറ്റ് ടീമിനോട് സംസാരിക്കുന്നത് കേട്ടതും കൊച്ചപ്പച്ചനും അയാളുടെ മക്കളും കൊച്ചുമക്കളും കൂടി അങ്ങോട്ട് വന്നു. ആൽഫി ചായ, ഞങ്ങൾ പറയുന്നത് പോലെ ഒന്നും അല്ല ഇവർ റെഡിയാക്കുന്നത്, കെവിൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ ഇവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവർ ചെയ്യുകയുള്ളൂ. അതിൽ നിങ്ങളാരും എന്തഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല, ആൽഫി പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കാൻ പാടില്ലേ? ഇതിൽ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് നീനയ്ക്ക്. അവളുടെ വിവാഹമല്ലേ, അപ്പോൾ അവളുടെ ഇഷ്ടം നോക്കണ്ടേ? പ്രിൻസിയാണ് പറഞ്ഞത്. അവരുടെ അടുത്ത് നീനയും നിൽക്കുന്നുണ്ട്. എന്താ നീന നിനക്ക് ഇഷ്ടപ്പെടാത്തത്? ആൽഫി ചോദിച്ചു. അത് പിന്നെ ഇച്ചായ, അത് ആ സ്റ്റേജ് കുറച്ചുകൂടി ഒരു റോയൽ ടച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി, നീന പറഞ്ഞു. അതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ നീന, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ പോരെ? അത് കേട്ടുകൊണ്ട് നിന്ന ചാൾസ് പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് എൽദോയുടെ കാർ വന്ന് നിന്നത്. അതിൽ നിന്നും എൽദോയും കേശവും ജഗദീഷും ഇറങ്ങി. നിങ്ങൾ പോയ കാര്യം എന്തായി? അവരെ കണ്ടതും ആൽഫി ചോദിച്ചു. നീ പറഞ്ഞ കാര്യം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമയത്തിരി എടുക്കുന്ന പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അത്യാവശ്യമാണ്, എൻ്റെ ഏറ്റവും വലിയ വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേശവ് പറഞ്ഞു. എന്താ മോനെ കാര്യം? വല്യപ്പച്ചൻ ചോദിച്ചു. അതോ, ഇവൻ്റെ പെണ്ണിന് സ്പെഷ്യലായിട്ടുള്ള മന്ത്രകോടി വേണമെന്ന് പറഞ്ഞു, അത് ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞത്, കേശവ് പറഞ്ഞതും പ്രിൻസിയുടെയും നീനയുടെയും ഏഞ്ചലിൻ്റെയും എല്ലാം മുഖം മാറി. എത്ര ദിവസം വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്? വല്യപ്പച്ചൻ ചോദിച്ചു. 2 ആഴ്ചത്തെ വർക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സമയമുണ്ടല്ലോ, 2 ആഴ്ച എന്ന് ഞാൻ നീട്ടി പറഞ്ഞതാണ്, എന്നാലും നമുക്ക് ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേശവ് പറഞ്ഞു. 2 ആഴ്ച എടുക്കുന്ന വർക്കോ? അതെന്ത് വർക്കാണ്? അത് കേട്ടുകൊണ്ട് വന്ന വല്യമ്മച്ചി ചോദിച്ചു. അതൊരു സ്പെഷ്യലാണ് വല്യമ്മച്ചി, അവൻ്റെ പെണ്ണിന് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ്. അന്നത്തെ ദിവസം അത് അവൾ ഉടുത്ത് മാത്രം എല്ലാവരും കണ്ടാൽ മതിയെന്നാ ഈ ചെക്കൻ്റെ ഒരു വാശി, കേശവ് പറഞ്ഞതും എല്ലാവരും ആൽഫിയെ നോക്കി. പോയ കാര്യം എന്തായി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അവിടെ മതിയോ? വല്യമ്മച്ചി ചന്ദ്രശേഖരനോടും ശ്രീവിദ്യയോടും അമ്മുവിനോടും ചോദിച്ചു. നല്ല സ്ഥലമാണ്, ചന്ദ്രശേഖർ പറഞ്ഞു. വല്യമ്മച്ചി, വലിയൊരു സർപ്രൈസ് ഉണ്ട് അവിടെ. എന്താണ്? ചാൾസ് പറഞ്ഞതും വല്യമ്മച്ചി ചോദിച്ചു.
ആ സ്ഥലത്ത് നമ്മുടെ ആൽഫിച്ചായൻ്റെയും അമ്മൂട്ടിയുടെയും വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു പാലസ് ആരാണ് കൊണ്ടുവരുന്നത് എന്നറിയോ? ചാൾസ് ചോദിച്ചതും വല്യമ്മച്ചി എല്ലാവരെയും നോക്കി. അത് കൊണ്ടുവരുന്നത് MKG ആണ്. MKG എന്ന് പറഞ്ഞാൽ US-ലുള്ള ഒരു ബ്രാൻഡാണ്. അവരാണ് നമ്മുടെ ആൽഫിച്ചായൻ്റെയും അമ്മുവിൻ്റെയും വെഡ്ഡിങ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ആ പാലസ് തീം, അത് കൊണ്ടുവരുന്നത് അവരാണ്. അത് ഏറ്റെടുത്തിരിക്കുന്നത് ചന്ദ്രശേഖർ അങ്കിളാണ്. ചാൾസ് പറഞ്ഞതും വല്യമ്മച്ചി ഒന്നും മനസ്സിലാവാത്തതുപോലെ നോക്കി. അത് വല്യമ്മച്ചിക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലല്ലേ? പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ചാൾസ് MKGയെക്കുറിച്ച് പറഞ്ഞു. അവൻ അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിന് ആ പേര് കേട്ടപ്പോൾ തന്നെ ഒരു അത്ഭുതമായിരുന്നു. അവർ വന്ന് ഇവിടെ ഒരു വർക്ക് ചെയ്യുമോ? അതിൻ്റെ മാനേജർ ചോദിച്ചു. നിങ്ങൾക്കറിയോ അവരെക്കുറിച്ച്? വല്യപ്പച്ചൻ ചോദിച്ചു. പിന്നെ അവർ ചെയ്ത വർക്കൊക്കെ വലിയ വലിയ വർക്കുകളാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ US-ലെ ഒരു ബ്രാൻഡാണ്. അവർ ചെയ്യുന്ന വർക്ക് അത് പറയാൻ വാക്കുകളില്ല. അത്രയും വലിയ വർക്കുകളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ കോടികളാണ് ചോദിക്കുന്നത്, അയാൾ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ചന്ദ്രശേഖരനെ നോക്കി, പിന്നെ ശ്രീവിദ്യയെയും. അവർ രണ്ടുപേരും ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടതും, ഞങ്ങൾക്ക് ആകെ കൂടി ഒരു മകളല്ലേ ഉള്ളൂ, അതും അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഓണർ, പിന്നെ പ്രശസ്ത ഗായിക ശ്രീവിദ്യയുടെ മകൾ, പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖറിൻ്റെ മകൾ. ഇതെല്ലാം പോരെ ഈ വിവാഹം ആർഭാടമാക്കാൻ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം, മുത്തശ്ശനാണ് പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തിലും അസൂയയിലും നിൽക്കുകയായിരുന്നു കൊച്ചപ്പച്ചൻ്റെ കുടുംബാംഗങ്ങൾ. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ. കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോന്നോട്ടെ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.